അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നേരെ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ 81-ാമത്തെ അധ്യായം സൂറത്ത് തക്വീർ, ഇതിൻ്റെ അർത്ഥവും ആശയവുമാണ് പറയുന്നത്. ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത്. ഇതിൽ 29 ആയത്തുകളാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഇദശംസു കുവിറത്ത്. ഇദശംസു സൂര്യനാകുമ്പോൾ, കുവിറത്ത് ചുരുട്ടപ്പെട്ടത്. ഇദശംസു കുവിറത്ത് സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ, വൈദൻ നുജൂമു നക്ഷത്രങ്ങളാകുന്ന സന്ദർഭം, ഇൻകദറത്ത് ഉതിർന്ന് വീഴുന്ന സന്ദർഭം. വൈദൻ നുജൂമും കദറത്ത് നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുന്ന സന്ദർഭം, അല്ലെങ്കിൽ ഉതിർന്ന് വീഴുകയും ചെയ്യുമ്പോൾ. വൈദൽ ജിബാലു സുയിറത്ത്. വൈദൽ ജിബാലു പർവ്വതങ്ങൾ ആകുന്ന സന്ദർഭം, സുയിറത്ത് ചലിപ്പിക്കപ്പെടുന്ന, പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ. വൈദൽ ഇഷാറു ഉത്തിലത്ത്. വൈദൽ ഇഷാറു, ഇഷാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, പൂർണ്ണ ഗർഭമുള്ള ഒട്ടകങ്ങൾക്കാണ് ഇഷാർ എന്ന അറബിയിൽ പറയാറുള്ളത് എന്നാണ് ചില തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. അപ്പോൾ വൈദൽ ഇഷാറു പൂർണ്ണ ഗർഭമുള്ള ഒട്ടകങ്ങൾ ആകുമ്പോൾ, ഉത്തിരത്ത് ഉപേക്ഷിക്കപ്പെടുന്നതാകുമ്പോൾ. ഇവിടെ അർത്ഥമാക്കുന്നത്, ഈ അറബികൾക്ക് ഒട്ടകത്തെ ഏറ്റവും ഇഷ്ടമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ ഗർഭിണിയായ ഒട്ടകം, പൂർണ്ണ ഗർഭമുള്ള പ്രസവിക്കാനായ ഒട്ടകത്തെ അവൻ അങ്ങേയറ്റം പരിപാലിക്കുമായിരുന്നു. അതിനെ എന്താ പറയുക, അതിൻ്റെ അടുത്ത് നിന്ന് മാറാതെ എപ്പോഴും അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കും. അത്രയും അത് വില പിടിച്ച സാധനമാണ് ഈ പൂർണ്ണ ഗർഭമുള്ള ഒട്ടകം. നമ്മൾ പെറ്റ്സ് എന്നൊക്കെ പറയൂലേ, അതുപോലെ. അപ്പോൾ ഈ അറബികൾ ഈ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകത്തിൻ്റെ അടുത്ത് നിന്ന് മാറൂല. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വൈദൽ ഇഷാറു ഉത്തിലത്ത് പൂർണ്ണ ഗർഭമുള്ള ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന ഘട്ടം. വൈദൽ വുഹൂഷു ഹുഷിറത്ത്. വൈദൽ വുഹൂഷു വന്യമൃഗങ്ങൾ, ഹുഷിറത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ. വൈദൽ ബിഹാറു സുജിറത്ത്. വൈദൽ ബിഹാറു കടലുകളാകുമ്പോൾ, സുജിറത്ത് തിളച്ച് മറിക്കപ്പെടുന്നതാകുമ്പോൾ. ഇതിൽ ഇത്രയും ആയത്തുകൾ, അതായത് വൈദൽ ബിഹാറു സുജിറത്ത് സമുദ്രങ്ങൾ തിളച്ചു മറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എന്നത് വരെ കൂടുന്ന ഈ 6 ആയത്തുകളിൽ പറയുന്ന കാര്യങ്ങൾ അവസാന നാളിലുണ്ടാകുന്ന ചില സംഭവങ്ങളാണ്. ഈ ഒരു നിമിഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുക എന്നൊന്നും ഇവിടെ ഉദ്ദേശിച്ചതായി മുഫസ്സിരീങ്ങൾ പറയുന്നില്ല. എന്നാൽ അവസാന നാളിനോടനുബന്ധിച്ച് ഒന്നിന് പുറകെ ഒന്നായി ഇതെല്ലാം സംഭവിക്കും. എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുകയില്ല. അത്യന്തം ഭീകരമായിരിക്കും. അറബികൾ ഒട്ടകത്തെ ഉപേക്ഷിച്ച് പോകും, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകത്തെ ഉപേക്ഷിക്കും എന്ന് പറയുന്നത് അതിൻ്റെ ഭീകരതയാണ്. അതുപോലെ ഈ പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത്
അതാണ് ഈ വർത്തമാന കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലും അതുപോലെ ഉണ്ടാകുന്ന ദാരുണ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതിഭയാനകമായ ദിവസം തന്നെയാണ് അന്ത്യനാൾ അല്ലെങ്കിൽ അവസാന നാൾ എന്ന് പറയപ്പെടുന്ന ദിവസമെന്ന് ഈ ആയത്തുകൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇനി ബാക്കിയുള്ളതിലേക്ക് പോകാം. വൈദൻ നുഫൂസു സുവ്വിജത്, വൈദൻ നുഫൂസു ആളുകളാകുമ്പോൾ, സുവ്വിജത്ത് ഇണക്കപ്പെട്ടതാകുമ്പോൾ, ആളുകൾ കൂട്ടി ഇണക്കപ്പെടുകയും ചെയ്യുമ്പോൾ എന്നാണ് ഇതിൻ്റെ പൂർണ്ണാർത്ഥം. വൈദൽ മൗഊദത്തു സുഇലത്, വൈദൽ മൗഊദത്തു സുഇലത്, വൈദൽ മൗഊദത്തു ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെണ്ണ് എന്നാണ് മൗഊദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം. ആ കുട്ടി സുഇലത്, അവൾ ചോദിക്കപ്പെടും. എന്താ ചോദിക്കപ്പെടുന്നത്? ബി അയ്യി ദംബിൻ കുത്തിലത്, എന്ത് കുറ്റത്തിനാണ് അവൾ കൊല്ലപ്പെട്ടത് എന്ന് അവളോട് ചോദിക്കപ്പെടും. ആ രണ്ടായത്തും കൂടി ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ വലിയൊരർത്ഥം കിട്ടും. നമുക്ക് എന്താണെന്നറിയോ? വൈദൽ മൗഊദത്തു സുഇലത് ബി അയ്യി ദംബിൻ കുത്തിലത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് എന്ത് കുറ്റത്തിനാണത് കൊല്ലപ്പെട്ടതെന്ന് ചോദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ. ഈ 9-ാമത്തെ ആയത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ആഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.